3,60,000 ഈ വണ്ടിക്ക് ചോദിക്കണ്ട്. 3,70,50,000 ലോൺ കയറും. 15,000 രൂപ ക്യാഷ് ബാക്ക് ആയിട്ട് നിങ്ങൾക്ക് വേറെ കിട്ടും. ഒരു മാസം അടവടക്കാൻ പൈസ തരും ചെയ്യും. നമുക്ക് 6,00,000 രൂപ കൊടുക്കാം. കുറക്കോ? നീ കൊടുക്കണം. ചെറിയ എണ്ണക്കായി നോക്കാം. എന്തെങ്കിലുമൊക്കെ കമ്മിയായി കൊടുക്കാം. എന്താ ചെയ്യാ? 2016 വണ്ടി 2,10,000 രൂപ. 2,10 വെച്ചാൽ ആ തെറിച്ചിട്ട് കുറക്കണ്ട. എന്തെങ്കിലും കുറച്ച് 4,00,000 രൂപ ലോൺ ഇട്ട് കൊടുക്കാം. മാക്സിമം വരും. 30,000 മുടക്കാണെങ്കിൽ നല്ല അടിപൊളി 22 മോഡൽ 2 എയർ ബാഗ് തന്നെ ഫുൾ പക്ക 10,000 രൂപ വണ്ടി കൊണ്ടുപോകാം. 4,45,00,000 രൂപയ്ക്ക് നമുക്ക് കൊടുക്കാം. നോക്കിയിട്ട് വേണമെങ്കിൽ കുറച്ച് തരും. എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ ചെയ്തു. അതാണ് ഇതിമ്മ ലോൺ എത്ര കയറും? ഫുൾ ലോൺ ഏകദേശം 4,45,00,000 രൂപ 4,00,000 ലെവലിൽ എന്തായാലും കയറും. നമുക്ക് 3,60,000 രൂപ കൊടുക്കാം. ഫുള്ളോ കയറുമോ? 3,15,00,000 രൂപ നമുക്ക് ലോൺ ചെയ്ത് നോക്കാല്ലേ? എന്തായാലും 10-30 രൂപ 40 രൂപ മുടക്കായപ്പോ നമ്മളങ്ങനെ വീണ്ടും ഏകദേശം ഒരു മാസത്തിന് ശേഷം മലപ്പുറം മച്ചിങ്ങള MK മോട്ടോഴ്സിലാണ് വീണ്ടെത്തിക്കൊണ്ട് കണ്ടമാനം വണ്ടികൾ പറഞ്ഞ ഒരു 100-100ഓളം വണ്ടികൾ പുതിയ സ്റ്റോക്ക് അറിയണോ. 65,000 മുതൽ നാനോകൾ സ്റ്റാർട്ടിംഗ് ഉണ്ട്. 65,000 മുതൽ ഏകദേശം ഒരു 10-12 ലക്ഷം വരെയുള്ള വണ്ടികൾ കുറേ ഉണ്ട് കേട്ടോ. ഇന്നോളൊക്കെ ഏകദേശം ഫുൾ ഓണിൽ അതേമാതിരി ഫുൾ ഓൺ ചെറുവണ്ടികൾ പറയാൻ നമ്മളെ കൂടുതൽ ഭാവമൊക്കെ നമ്മുടെ വീടിലേക്ക് സ്വാഗതം. സുഖല്ലേ? അൽഹംദുലില്ലാ. ലൊക്കേഷൻ പറഞ്ഞേ നോക്കാം. ലൊക്കേഷൻ നമ്മൾ കോഴിക്കോട് റോട്ടിനെ മലപ്പുറത്ത് നിന്ന് കോഴിക്കോട് റോട്ടിനെ മലപ്പുറം ടൗണിലെ മച്ചിങ്ങല് ക്ലാസിക് ഉണ്ടായതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ഷോപ്പ് വരുന്നുണ്ട്. ഗൂഗിളിൽ അടിച്ചാൽ കിട്ടും. ഗൂഗിളിൽ MK യൂസർ കാർ അടിച്ചോളൂ, അങ്ങനെ കിട്ടും. അതല്ലെങ്കിൽ വിളിച്ചോളി. നമ്പർ ഉണ്ട്, 3-4 നമ്പർ ഉണ്ട്. നമ്പറിൽ വിളിച്ചാൽ ലൊക്കേഷൻ കിട്ടും. എത്ര മുതൽ വണ്ടി തുടങ്ങും? നമുക്ക് ഏകദേശം 65 മുതലാണ് സ്റ്റാർട്ടിങ് വരുന്നത്. നാനോകളാണ് സ്റ്റാർട്ടിങ് വരുന്നത്. ഫുൾ ഓണുകൾ കുറെ ഉണ്ടല്ലോ. ഏകദേശം വണ്ടി പ്രൊഫൈൽ ഓക്കെ ആണെങ്കിൽ എല്ലാം ഫുൾ ഓണാണ്. 7 സീറ്റ് ഡ്രൈവർ ഉണ്ട് ഫുൾ ഓണില്. 7 സീറ്റിന്റെ മഹീന്ദ്രന്റെ മറാസ് ഉണ്ട് ഫുൾ ഓണില്. ഇന്നോവള് ഫുൾ ഓണ്. ക്രിസ്റ്റൽ ഏശ്വരം 1.5 ലക്ഷം മുടക്കിയാൽ ഇറക്കാൻ പറ്റുമോ. അതേമാതിരി തന്നെ ഇതൊക്കെ ടാക്സിൽ ഇന്നോണ്ടല്ലോ. കേൾപ്പോ നല്ല വൃത്തിയുള്ള വണ്ടികൾ എല്ലാ മോളും വണ്ടി ഉണ്ടല്ലോ. മേജർ ആക്സിഡന്റ് ഫുൾ ഗ്യാരണ്ടി എഴുതി ഒപ്പിട്ടാണ് കൊടുക്കും. മേജർ ആക്സിഡന്റ് ഉള്ളത് നമുക്ക് അടിയിൽ തന്നെ ഉണ്ടാവും. ഇല്ല, അത്ര വണ്ടികൾ അധികം സിംഗിൾ ഓണർ 2ാമത്തെ ഓണർ. ഫുൾ അങ്ങനെയാണ്. അതെ, നമ്മള് വീഡിയോയിൽ കാട്ടി കൊടുക്കാനുള്ള വണ്ടികള് അതാണ് ഉള്ളത്. ഫുൾ ഗ്യാരണ്ടിയിൽ നമ്മൾ കൊടുക്കാറല്ലേ? മേജർ ആക്സിഡന്റ് ഫുള്ളും ഗ്യാരണ്ടി. അതേപോലെ എല്ലാം ചാകര കേട്ടോ. ഇനിയിപ്പോ ടയോട്ടന്റെ ഇത്യോസാണ് അത് ചാകര, ലിവകൾ വേണം അത് ചാകര, സ്വിഫ്റ്റുകളാണ് ചാകര, അൾട്ടോണൂർ ചാകര, എല്ലാം ചാകര. ഇവിടെ വന്ന വണ്ടി കിട്ടാത്ത വണ്ടി ഉണ്ടാവില്ല. കുറച്ച് നല്ല ക്വാളിറ്റി ഉള്ള വണ്ടികളൊക്കെ മെയിൻ ആയിട്ട് വണ്ടികളെ നമ്മൾ എടുക്കലുള്ളൂ. അല്ലെ? നല്ല വൃത്തിയുള്ള വണ്ടികൾ മാത്രം. നമ്മളൊരു വണ്ടി കൊടുത്തിട്ട് മോശമായി പറയില്ല. അത്ര ഗ്യാരണ്ടി ഉണ്ട്. ഇനി ഷെഡ് കുറച്ചാണ് അങ്ങോട്ട് എത്തുട്ടോ. കുറച്ച് ഷോപ്പ് വലുതാകാണ്, ഒന്ന് ഉഷാറാക്കണം നമ്മള്. അപ്പൊ എന്താ 2-3 പാർട്ട് വരും. നമുക്ക് വീഡിയോ കണ്ടാലോ. അപ്പൊ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ പോയി വരെ കാണാൻ ശ്രമിക്കും. നമ്മളെ ചാനൽ കാണി മറക്കാം, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. ഫേസ്ബുക്കിലാണ് പേജ് പോലെ വേറെ വീഡിയോയിലേക്ക് പോകാം. പണം മുടക്കാതെ നല്ല അടിപൊളി ടാറ്റന്റെ നെക്സോണിൽ കിടക്കുന്നില്ലേ? നല്ല ഉഷാറുണ്ട്. 18 സിംഗിൾ ഓണർഷിപ്പ് ഉണ്ട്. 18 സിംഗിൾ ഓണർഷിപ്പാ? ഓ, നല്ല വൃത്തിയുണ്ടല്ലേ? കമ്പനി വരുന്നുണ്ട്. ഫുള്ള് ഫിറ്റിംഗ്സ് അലവിയിലുണ്ട്, ലെതറിന്റെ സീറ്റാറുണ്ട്, സിംഗിൾ ഓണർഷിപ്പ് ഉണ്ട്. ഇതിപ്പോ 3 മോഡൊക്കെ വരുന്നുണ്ടല്ലോ. 3 മോഡ് വരും. എക്കണോമി, സ്പോർട്സ്, സിറ്റി മോഡ്, 3 മോഡേ വരുന്നില്ലേ? അതെ. കിലോമീറ്റർ ഓടിക്കണം. 4 കിലോമീറ്റർ 120 ഓടിക്കുന്നുണ്ട്. അലവിയിലെ നല്ല അടിപൊളി അലവിയിലെ സർവീസ്. അലവിയില് ആൻഡ്രോയിഡ് സെറ്റ്, നല്ല സീറ്റ് കവറ്, ഫുള്ള് ഫിറ്റിംഗ്സ് ഉണ്ട്. ഇതിപ്പോ ഞാനൊരു പരിപാടി ഫുൾ പക്ക ഉണ്ട്. കാറ്റിങ്, പിന്നെ ഫാൻസി നമ്പർ അതുണ്ട്. 3553 നമ്പർ ഉണ്ടല്ലേ? ഇത് വാണിച്ചിപ്പോ സിംഗിള് റീപ്ലേസ് ഒന്നുമില്ല ചോദിക്കണ്ട. അതാണ് റീപ്ലേസ് നമ്മൾ ചോദിച്ചാൽ. ഓക്കെ. എത്ര വണ്ടികൾ ചോദിക്കുന്നത്? നമുക്ക് 6,00,000 രൂപ കൊടുക്കാം. കുറക്കോ? നീ കൊടുക്കണം. ചെറിയ എണ്ണക്കായി നോക്കാം. എന്തെങ്കിലുമൊക്കെ കമ്മിയായി കൊടുക്കാം. എന്താ ചെയ്യാലല്ലേ? 6,00,000 രൂപ നല്ലൊരു കസ്റ്റമർ ആണ്. 6,00,000 രൂപ ലോൺ പൈസ മുടക്കാതെ നല്ല അടിപൊളി ടാറ്റന്റെ നെക്സോൺ കൊണ്ട് 5 സ്റ്റാർ റേറ്റിംഗ് വണ്ടില്ലേ? അതെ. 3 മോഡ് കാര്യങ്ങളൊക്കെ ഉള്ള ഫിറ്റിംഗ്സിലുള്ള വണ്ടി, അലവിലെ കാര്യങ്ങളൊക്കെ ചെയ്ത വണ്ടില്ലേ? ഫുൾ ക്വാളിറ്റി ഡീസൽ. അതെ. ഡീസൽ എത്ര വില കിട്ടും? ഡീസൽ 20 വില കിട്ടില്ല. കിട്ടുമല്ലേ? എന്തായാലും കിട്ടും. ഡിപ്പെൻഷൻ കസ്റ്റമർ ഓട്ടത്തിനനുസരിച്ചാണല്ലേ? ഓക്കെ. അത് നല്ല അടിപൊളി അൾട്ടോണൂർ ഉണ്ടല്ലോ. 2022 വണ്ടിയാ. 22 മോഡൽ അൾട്ടോണൂർ ന്യൂ ഷേപ്പ് ആണ്. പക്ക വണ്ടി. 2 എയർ ബാഗ് വരുന്നുണ്ട്. 10,000 കിലോമീറ്ററോടെ സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. 10,000 ഓടിച്ചോളൂ. 2 എയർ ബാഗ് വരൂലേ? ഡ്രൈവർക്ക് ഒരു കോഡ്രൈവർക്ക് വരും. അതെ. കിലോമീറ്റർ 10,000 സിംഗിൾ ഓണർഷിപ്പ്. റീപ്ലേസ് ഇല്ല, ഒന്നുമില്ല, ഗ്യാരണ്ടി അല്ലേ? അതാണ്. എത്ര ഈ മുതൽ ചോദിക്കുന്നുണ്ട്? ഇത് നമ്മൾ 4,35,000 രൂപയാണ്. 4,30 കൊടുക്കാൻ പറ്റും. 5 കുറച്ചു.
4.35 വെച്ചാണ്ട് 4.30 ഫൈനലായിട്ട് കൊടുക്കും. ഫുള്ളം കയറുമോ? 4 ലക്ഷം റുപ്യ ലോൺ ഇട്ട് കൊടുക്കാം. മാക്സിമം കയറും. 30,000 മുടക്കാണെങ്കിൽ നല്ല അടിപൊളി 22 മോളിൽ 2 എയർ ബാഗ് തന്നെ ഫുൾ പക്ക 10,000 രൂപ വണ്ടി കൊണ്ടുപോകാം. അതെ. പെട്രോൾ എത്ര മൈലേജ് കിട്ടും? ഇത് പെട്രോളിന് 18-20. ഏതൊരു ചെറിയ കുട്ടിക്കും അറിയാം 18-20 മൈലേജ് കിട്ടും. അതാണ് 18 എന്തായാലും മൈലേജ് കിട്ടും. 30,000 മുടക്കിലായ നല്ല പ്രൊഫൈലാണ്. ഫുൾ ഓണിൽ അൾട്ടണ്ണൂറ് വെറും 10,000 കിലോമീറ്റർ വണ്ടികൾ കൊണ്ടുപോകാം. പൈസ മുടക്കാതെ വീണ്ടും ഒരു റെഡിഗോ അല്ലല്ലോ, റെഡിഗോ തന്നെയാണ്. ഫുൾ ഓണിലാണ്. ഫുൾ ഓണിൽ ഏക മോഡലുണ്ട്. ഇത് 2016 വണ്ടി. 16 മോഡലുണ്ട്. 16 സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. കിലോമീറ്റർ ഇത് 60,000 കിലോമീറ്റർ. ആ കൊടികളും ജില്ലാ കിലോമീറ്റർ അറിവിന്റെ ഉള്ളിലെ ഓടിയുണ്ട്. കേൾപ്പത്തില് തന്നെയാണ്. മലപ്പുറം വണ്ടി തന്നെയാണ്. AV 9743 നമ്പർ ഉണ്ടല്ലേ. നമ്മുടെ നാട്ടിൽ തന്നെ പുതിയ വണ്ടി ഇറങ്ങി 4 ഇറങ്ങിയ വണ്ടി തന്നെയാണ്. സീറ്റർ കാര്യങ്ങളൊക്കെ കമ്പനി സീറ്റർ കാര്യങ്ങളൊക്കെ. റീപ്ലേസ് ഇല്ലല്ലോ? റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ആ കാര്യം ചോദിക്കണോണ്ടല്ലേ. സംഭവിച്ചില്ല. റീപ്ലേസ്മെന്റ് ഉള്ളത് നമ്മുടെ അടുത്ത് കാര്യമായിട്ട് ഉണ്ടാവില്ല. ഏതെങ്കിലും ഒക്കെ വണ്ടി പറഞ്ഞു തരുമല്ലോ അല്ലേ? ഓക്കെ. എത്ര വണ്ടിക്ക് നമ്മൾ ചോദിക്കണല്ലേ? 2016 വണ്ടി 2,10,000 രൂപ. 2.10 വെച്ചാൽ ആ തെറിച്ചിട്ട് കുറക്കണ്ട. എന്തെങ്കിലും കുറച്ച് തരുമല്ലോ. കുറച്ച് തരും. ഞങ്ങൾക്ക് എന്തായാലും കുറച്ച് തരും. മാക്സിമം ഫുൾ ലോൺ അല്ലേ? ഏകദേശം 2 ലക്ഷം 2.10 ലോണും കയറും. നിങ്ങളെ പ്രൊഫൈൽ ഉഷാറെ. മാക്സിമം ഫുൾ ലോൺ ഡാക്സന്റെ റെഡിക്കോൺ കൊണ്ടുപോകാം. ഇതേമാതിരി മോളിൽ കൂടി വേറെ ഉണ്ട്. ഇനി 2021 അത് 9,000 കിലോമീറ്ററോടെ വണ്ടി. ആ കമ്പനി 9,000 കിലോമീറ്ററോടെ ന്യൂ ഷേപ്പ് വണ്ടി. ആൻഡ്രോയിഡ് സെറ്റ് കാര്യങ്ങളൊക്കെ കമ്പനി വരുന്ന വണ്ടി. ഫുള്ള് കരിമ്പുത്തൻ ടയർ വണ്ടി. ഓടിയിട്ടില്ലല്ലോ. 9,000 സംതിങ് 9,000 ഓടിയിട്ടുള്ളൂ. അത് നമ്മുടെ നാട്ടിലുണ്ട്. കേരള 65 ഒക്കെ നമ്മുടെ നാട്ടിലത്തെ വണ്ടിയാണ്. ഇത് റീപ്ലേസ് കാര്യങ്ങളൊന്നും ഗ്യാരണ്ടി വന്ന് കൊടുക്കാറില്ല. ചോദിക്കണ്ട. അതാണ് സീറ്ററൊക്കെ എന്തായാലും ആ മണം പോയിട്ടില്ലേ? ആ വാസന ഇപ്പോഴും ഉണ്ട്. ആൻഡ്രോയിഡ് സെറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അല്ലേ? ഫുൾ പക്ക വണ്ടി. ഷോറൂമിൽ നിന്ന് ഇറക്കേണ്ട ആ കണ്ടീഷനിൽ വണ്ടികൾ കൊണ്ടുപോകാം. എത്ര വണ്ടിക്ക് നമ്മൾ ചോദിക്കുന്നത്? അങ്ങനെ ഇത് നമുക്ക് 3,60,000 റുപ്യാണ് ഈ വണ്ടിക്ക് ചോദിക്കുന്നുണ്ട്. ഏകദേശം 3-3.25 ലക്ഷം റുപ്യ ലോണും കയറും. 3.60 3.25 ലോണും കയറും. 15,000 റുപ്യ ക്യാഷ് ബാക്കിൽ അങ്ങനെ കിട്ടുമല്ലോ. അത് വെച്ചിട്ട് ആൾക്കാർ എടുക്കണ്ട. പൈസ മുടക്കിക്കാണ്ട് വണ്ടി എടുക്കുക. ബാക്കിയുള്ളത് മുടക്കിയാ മതി. എത്ര ലോണ് കിട്ടിയാലും ഈ വലന അടക്കണ്ട, കൊടുക്കണ്ട. 3,60,000 ഈ വണ്ടിക്ക് ചോദിക്കുന്നുണ്ട്. 3,75,000 ലോണ് കയറും. 15,000 റുപ്യ ക്യാഷ് ബാക്ക് ആയിട്ട് നിങ്ങൾക്ക് വേറെ കിട്ടും. ഒരു മാസം അടവടക്കാൻ പൈസ തരും ചെയ്യുമല്ലേ? അതാ നിങ്ങളെ പ്രൊഫൈൽ ആക്കിയിട്ടുള്ള മെയിനായിട്ട് പറഞ്ഞത്. അടിപൊളി നല്ല വെളുത്ത കളറുള്ള സ്വിഫ്റ്റ് ഞങ്ങളില്ലേ? 2018 60,000 കിലോമീറ്റർ ഓടിയ ZXi ആണ് വണ്ടി. ZXi ആണല്ലേ? അലവില് കാര്യങ്ങള് അലോയ്സ് വരും. ബാക്ക് വൈഫർ വരും. ബട്ടൺ ഷാട്ട് വരും. നല്ല സീറ്റ് കവർ ചെയ്തേക്കണോ? നല്ല അടിപൊളി. അതന്നെ അവർ ചെയ്തു. നല്ല സീറ്റ് കവർ. ചൊറുക്കിനെ കട്ടുള്ള വണ്ടി. സൂപ്പർ വണ്ടി. എത്ര വണ്ടിക്ക് നമ്മൾ ചോദിക്കുന്നത്? ഇത് നമുക്ക് 5,80,000 രൂപ കൊടുക്കാം. 5 MB-ന് അതിലെന്തായാലും ചെറിയ മണ്ഡലത്തിൽ കുറച്ച് കൊടുക്കും. എന്തേ ചെറിയ മാറ്റങ്ങൾ ചെയ്ത് കൊടുക്കാം. കടുവന് ഇത്ര വരെ വണ്ടിയിലെ 18 ZXi ആണ് വണ്ടി. 18 ഫിറ്റിംഗ്സ് ആണ്. ഫുൾ ഫിറ്റിംഗ്സ് ആണ്. എടുക്കുന്നവർക്ക് ഒന്നും നോക്കണ്ട. ലോ കിലോമീറ്റർ വണ്ടിയാണ്. കറക്റ്റ് പ്രോപ്പർ ഇഷ്ടമുള്ള വണ്ടിയിലെ കറക്റ്റ് സർവീസ്. ഇതിപ്പോ ലോൺ എത്ര കയറും? 5 റുപ്യ നമുക്ക് ചെയ്ത് കൊടുക്കാം. ലോൺ ചെയ്ത് കൊടുക്കാം. 60,000 മുടക്കാം അല്ലെങ്കിൽ 50,000 മുടക്കാണ്ടോ നമുക്ക് സ്വിഫ്റ്റ് കൊണ്ടുപോകാം. നല്ല പ്രൊഫൈൽ ആണെങ്കിൽ മാത്രം. നമ്മൾ മെയിനായിട്ട് പറഞ്ഞത് അതെ. പ്രൊഫൈല്, സിവിൽ സ്കോർ കാര്യങ്ങൾ ട്രാക്ക് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ലോൺ എത്രയും ചെയ്ത് കൊടുക്കാം. സെറ്റപ്പിൽ വന്നാൽ ചെയ്ത് കൊടുക്കും. ആധാർ കാർഡും പാൻ കാർഡും ആയിട്ട് നമ്മൾ ഷോപ്പിൽ വന്നോട്ടെ. നമുക്ക് ഇവിടുന്ന് നോക്കിയിട്ട് തന്നെ എത്ര കിട്ടുമെന്ന് നോക്കിയിട്ട് നമുക്ക് ചെയ്ത് കൊടുക്കാം. ഇപ്പൊ ഇന്ന് വന്നാണ്ട് ഒരു 10,000 വന്നാണ്ട് ഒക്കെ ഓക്കെ ആണെങ്കിൽ ഇന്നലെ വണ്ടി ഇറക്കാൻ ഇന്ന് എന്തായാലും കൺഫേം ആവില്ല. വാല്യുവേഷനും വെരിഫിക്കേഷനും ഇതൊക്കെ ചെയ്യണ്ട. ഒരു 2 ദിവസം കിട്ടുകയാണെങ്കിൽ നമുക്ക് പേപ്പേഴ്സുകളൊക്കെ ഓക്കെ ആണെങ്കിൽ നമുക്ക് ചെയ്യാം. 2 ദിവസം ഫുള്ള് ക്ലിയർ ആയിട്ട് ഹോം ഡെലിവറി ഉണ്ട്. നമ്മൾ ചെയ്ത് കൊടുക്കും. ഹോം ഡെലിവറി കൊടുക്കാൻ കേരളത്തിൽ ഓടിയും കൊടുക്കാം. കൊടുക്കാല്ലേ? വരും. അതെ അതെ. ചെറിയ എണ്ണക്കായി എക്സ്പെൻസ് വരും. തരുമല്ലോ അല്ലേ? പിന്നെ ചെറിയ അഡ്ജസ്റ്റ്മെന്റിലൊക്കെ ചെയ്ത് കൊടുക്കാറല്ലേ? നമ്മളും കൂടി ഉള്ളൊരു അഡ്ജസ്റ്റ്മെന്റിലൊക്കെ ചെയ്ത് പ്രശ്നമില്ല. ഇതിപ്പോ പെട്രോൾ തന്നെ? ആ പെട്രോൾ. എത്ര മൈലേജ് കിട്ടും? 18 എന്തായാലും കിട്ടും. ധൈര്യമായിട്ട് കിട്ടും. ഷോറൂം എന്ന് പറഞ്ഞാൽ 20 നമ്മള് 18 പറഞ്ഞാൽ 18 കിട്ടുള്ളൂ. പിന്നെ അത്രയും ലോങ് ഓടുമ്പോ 20 പ്രതീക്ഷിച്ചാൽ നല്ല ഇതിൽ പോണം. അതന്നെ കിട്ടുള്ളൂ. നല്ല അടിപൊളി കരിം ചോപ്പുള്ള എക്സ്പ്രസ് ആണ് കിടക്കണ്ടല്ലേ? അത് ഓട്ടോമാറ്റിക്കാ മാനുവലാണല്ലോ? മാനുവലാ. എങ്ങനെ മോഡലുണ്ട്? 2022 വണ്ടി VXi
22 ABS കമ്പനി സെറ്റ് കാര്യങ്ങളൊക്കെ വരുന്ന വണ്ടി, എല്ലാം വരുന്ന അടിപൊളി വണ്ടി. അതും 10,000 കിലോമീറ്റർ ഓടിയത്. 10,000 കിലോമീറ്റർ. വെറും 10,000 കിലോമീറ്റർ ടയറും ഉണ്ടല്ലോ അല്ലേ? അലവിലുണ്ടോ? ഇതാണുള്ള സൗകര്യം. അങ്ങനെ ഉണ്ടല്ലോ അല്ലേ? ഓക്കെ. വേറെ റീപ്ലേസ് മേജർ കാര്യങ്ങളോ ഒന്നുമില്ല. വണ്ടി അൺടച്ചപ്പ് വണ്ടി. പിന്നെ കമ്പനി ഷോറൂം കണ്ടീഷനിൽ നമുക്ക് കൊടുക്കാം. KL7 CV 78 നമ്പർ ആയിട്ടില്ലേ? അതെ. എത്ര വണ്ടികൾ ചോദിക്കുന്നത്? ഇത് 4.25 ലക്ഷം റുപ്യക്ക് നമുക്ക് കൊടുക്കാം. നോക്കിയിട്ട് വേണമെങ്കിൽ കുറച്ച് തരും. എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ ചെയ്തു. അതാണ്. ഇതിമ്മ ലോൺ എത്ര കയറും? ഫുൾ ലോൺ ഏകദേശം 4.25 റുപ്യ 4 റുപ്യന്റെ ലെവലിൽ എന്തായാലും കയറും. പിന്നെ കസ്റ്റമർ പ്രൊഫൈൽ ഉഷാറാണ്. ഫുൾ ഓണില് എക്സ്പ്രസ് ചോപ്പ് കളറെ കൊണ്ടാടും. VXI 2 എയർ ബാഗ് വരുന്ന കൊണ്ടാകല്ലേ? പെട്രോൾ എത്ര മൈലേജ് കിട്ടും? പെട്രോൾ ഇതൊക്കെ അൾട്ടോണിന്റെ ഏകദേശം സെയിം മൈലേജ് 18-20 അടുത്ത് മൈലേജ് കിട്ടും. ഐറ്റിലൊന്നും ഓടിക്കാം. അതേമാതിരി നല്ല അടിപൊളി ഫുൾ ഓൺ വേഗം എടുക്കണം. എങ്ങനെ മോഡൽ? 2018 അതും സിംഗിൾ ഓണർഷിപ്പ്. ഇത് സിംഗിൾ ഓണർഷിപ്പ്? 18 സിംഗിൾ ഓണർഷിപ്പ്. ഓപ്ഷൻ ഏതാ? ഇത് VXI. പിന്നെ സിംഗിൾ ഓണർഷിപ്പിന്റെ റീപ്ലേസ് മേജറായിട്ട് ഒന്നുമില്ല. ക്ലാസ് മാറുക കാര്യങ്ങളൊന്നുമില്ല. ഗ്യാരണ്ടി പറഞ്ഞു കൊടുക്കാം. ഷോറൂം ഹിസ്റ്ററിലുള്ള വണ്ടിയില്ലേ? കറക്റ്റ് സർവീസ്. സർവീസ് ആണല്ലോ. അത്യാവശ്യം ഫിറ്റിംഗ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഡോക്ടർ അമ്പ്ലോ ഉണ്ടല്ലോ? ഡോക്ടർ അമ്പ്ലോ ഉണ്ട്. ഡോക്ടർ അമ്പ്ലോ ഏതായാലും ചിന്തിടാനേക്കും. പറഞ്ഞില്ല. നല്ലതാണോ? ഇഞ്ചിനും മെക്കാനിക് ഉഷാറാണോ? ഡോക്ടറായിട്ടും കാര്യമില്ല, നാടന്മാരായിട്ടും കാര്യമില്ല, ഓഫീസർമാരായിട്ടും കാര്യമില്ല. വണ്ടി ചെലവിൽ നോക്കിയേ കൊണ്ടെടുക്കുള്ളൂ. ആ കൊണ്ടെടുക്കുന്ന വണ്ടിയാണ് നമ്മൾ അധികം നോക്കിയെടുക്കുന്നത്. നല്ല വണ്ടി ഉണ്ട് നമ്മുടെ കിട്ടും. എത്ര വണ്ടി നമ്മൾ ചോദിക്കുന്നത്? ഇത് നമുക്ക് 4 ലക്ഷം റുപ്യ കൊടുക്കാം. കുറച്ച് കൊടുക്കും. ഇനി കുറക്കണം. 4.10 ഇവിടെ ഓഫീസിൽ ചോദിക്കണ്ടേ. ഫൈനലാണ് ഇടല്. മാക്സിമം പറഞ്ഞില്ലേ? 10,000 കുറച്ച് 4 ലക്ഷം റുപ്യ കൊടുക്കാം. ഇന്നാലും എണ്ണക്കായി കസ്റ്റമർ വന്നോട്ടെ. ലോൺ ഫുൾ ആണ്. ഫുൾ ഇട്ട് കൊടുക്കാം. നിങ്ങളെ പ്രൊഫൈൽ ഉഷാറാണ്. ഫുൾ നല്ല കസ്റ്റമർ ആണെങ്കിൽ 750 മേലെ സിവിൽ സ്കോറും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിനനുസരിച്ച് ചെയ്ത് കൊടുക്കാം. മാക്സിമം ചെയ്യാം. പറഞ്ഞു കൊടുക്കാമല്ലോ. ചെയ്ത് കൊടുക്കാം. ഓക്കെ. അതേമാതിരി വീണ്ടും വാഗണറാണല്ലോ. ഇതും 2015 സിംഗിൾ ഓണർ. 15 സിംഗിൾ ഓണർഷിപ്പ്. ചോപ്പ് കളറാണുള്ളൂ. അതെ. 95,000 കിലോമീറ്റർ മലപ്പുറം വണ്ടി തന്നെയാണ്. ഒറിജിനൽ മലപ്പുറം വണ്ടി. 80-22 നമ്പർ ഉണ്ട് അല്ലേ? ടയർ കാര്യങ്ങളൊക്കെ ഉണ്ട്. റീപ്ലേസ് കാര്യങ്ങൾ അത് ചോദിക്കാനോ വേണ്ട. മാഞ്ഞാമതല്ല. അല്ല. എത്ര വണ്ടിക്ക് ചോദിക്കണ്ടേ? ഇത് നമുക്ക് 3,60,000 റുപ്യ നമ്മൾ ചോദിക്കണ്ടേ. 3,60,000 കുറച്ച് കൊടുക്കും. എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ ചെയ്ത് കൊടുക്കാം. അതാണ്. എങ്ങനെ പറഞ്ഞാലും നമ്മള് കുറച്ച് കൊടുക്കുന്ന ബാബാക്കാനോട് സോപ്പിട്ട് എന്തായാലും കുറച്ച് തരും. നല്ല വണ്ടിക്ക് വന്നോട്ടെ. ഗ്യാരണ്ടി വണ്ടികൾ മാത്രം. 99% വണ്ടി നമ്മുടെ സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണല്ലേ? മെയിനായിട്ട് പറഞ്ഞത് മേജർ ആക്സിഡന്റ് പൊളിഞ്ഞ വണ്ടി ഉണ്ടാവില്ല. അങ്ങനത്തെ വണ്ടിക്ക് വരണ്ട കിട്ടൂല. അതിനെങ്ങോട്ട് വരേനുണ്ട്. അതിന് വിളിക്കും വേണ്ട. ഓക്കെ. എത്ര ചോദിക്കണ്ടേ? ഇത് നമുക്ക് 3,60,000 റുപ്യ കൊടുക്കാം. ഫുള്ളോ കയറോ? 3.25 റുപ്യ നമുക്ക് ലോൺ ചെയ്ത് നോക്കാല്ലേ? എന്തായാലും 10-30 റുപ്യ 40 റുപ്യ മുടക്കണം. എന്നാ വണ്ടി ഇറക്കാം. നിങ്ങളെ പ്രൊഫൈൽ ഉഷാറായി മാക്സിമം ലോൺ കയറൂല്ലേ? വാഗണർ ചാകര. ഇനി അടുത്ത സിംഗിൾ ഓണർഷിപ്പ് ഉണ്ട്. സിംഗ്രാണ് വാഗണർ സിംഗ്രേ. അത് അലവിലൊക്കെ വരുന്നുണ്ട്. കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. 13 മോഡല് 14 രജിസ്റ്റർ ഉണ്ട്. 13-14 രജിസ്ട്രേഷനിലാണ്. ഓക്കെ. ഇത് ഓപ്ഷൻ ഏതാ? VXI സിംഗിൾ ഓണർഷിപ്പ് ഉണ്ട്. ഈ സിംഗ്രിയില് അലവിയില് വരുമൊക്കെ കമ്പനി വരുന്നുണ്ട്. കമ്പനി സ്കാറ്റിംഗ്, അലവിയില് ഡിക്ക് സ്പോയിലർ എല്ലാം വരും. കമ്പനി വരും. 60,000 കിലോമീറ്ററോട് ഫസ്റ്റ് ക്ലാസ് ഇൻഷുറൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. വണ്ടി എല്ലാം വണ്ടി. എത്ര വണ്ടി നമ്മൾ ചോദിക്കും? ഇത് നമ്മൾ 3,15,000 റുപ്യ ഫൈനൽ കൊടുക്കാം. 3,15,000 ഫൈനൽ കൊടുക്കാം. ഇനിയിപ്പോ നോക്കാൻ നോക്കില്ല. ആളുകൾ വന്നോട്ടെ. മാക്സിമം ചെയ്ത് കൊടുക്കാം. ലോൺ കയറുമ്പോ ഈ വണ്ടിപ്പോ അതിമൊരു 2.5 റുപ്യ ചെയ്ത് കൊടുക്കാം. മാക്സിമം കയറും. ചെയ്ത് കൊടുക്കാം. 2.5-2.25 ചെയ്യലല്ലേ? പ്രൊഫൈൽ നമ്മൾ മെയിൻ ആയിട്ട് പറഞ്ഞിട്ടോ. എന്തായാലും ഒരു 10-60 റുപ്യ 70 റുപ്യയിലൊക്കെ വണ്ടി ഇറക്കാം. പ്രൊഫൈൽ ഉഷാറാണെങ്കിൽ. ഇതൊക്കെ പെട്രോൾ എത്ര മൈലേജ് കിട്ടും? ഇതൊക്കെ 18, 17, 18 സുഖമായിട്ട് കിട്ടും. നമ്മൾ ഈ പറഞ്ഞ വാഗണർ ഫുൾ ആ ലെവലിൽ ധൈര്യം പറഞ്ഞു കൊടുക്കാം. ഓക്കെ. അടുത്ത് വീണ്ടും 2010 ന്യൂ ഷേപ്പ് വണ്ടി. ന്യൂ ഷേപ്പ് ആണല്ലേ? ഇത് 2ാമത്തെ ഓണറായിട്ടാണ് നിലവിലുള്ളത്. സിംഗിൾ മന്ന് കൊണ്ട് രണ്ടാമത്തെ ഓണർ തോന്നുന്നുണ്ട്. അതഞ്ഞ് സിംഗിൾ ഒന്ന് നോക്കണം. നോക്കിട്ട് കറക്റ്റ് വന്നിട്ടുള്ളൂ. കുറെ ചില്ലറ വർക്കുകൾ കുറെ ഉണ്ടായിരുന്നു. അതൊക്കെ ക്ലിയർ ആക്കി പോളിഷ് ചെയ്ത് കൊടുത്തിട്ടുള്ളൂ. അടിയില് ഫ്ലോർ മാറ്റ് കാര്യങ്ങൾ അങ്ങനെ കുറെ വർക്കുകൾ ഉണ്ടായിരുന്നു. വർക്ക് ചെയ്ത് കയറ്റിയിട്ടുള്ളൂ.
ഇത് കിലോമീറ്റർ ഓടിയുണ്ട്. കിലോമീറ്റർ ഇത് 1,00,000 ലെവലിലാണ് ഓട്ടം ഓടിയുണ്ട്. നമുക്ക് പറയാൻ കഴിയൂല. 10 അല്ല. പക്ഷെ ഇവിടെ ലൈറ്റ് ഉണ്ട്. ലൈറ്റ് ഇങ്ങനെ പായിന്റെ ലൈറ്റുകളൊക്കെ അടിപൊളി ലൈറ്റുകളൊക്കെ എത്തും. ബ്ലാക്ക് കളറാണ്. നല്ല ചൊറുക്കുള്ള വണ്ടിയിലെ. നിങ്ങളെ കുപ്പായം കറുപ്പാണ്, അതേമാതിരി ഇതും കറുപ്പാണ്. രണ്ടും കറുപ്പ് കളറാണ് അല്ലേ? അങ്ങനെ പറഞ്ഞു കൊടുക്കാം. എത്ര നല്ല ഈ വണ്ടിക്ക് വെക്കുന്നുണ്ട്? ഇത് നമുക്ക് 2,30,000 രൂപ കൊടുക്കാം. 2,30,000 കൊടുക്കാം. എന്തെങ്കിലും എണ്ണക്കായി കുറച്ച് കൊടുക്കാം. ഇൻഷുറൻസ് പുതിയത് എടുത്തു കൊടുക്കാം. തേടലുണ്ടാവുള്ളൂ. തേർഡ് പാർട്ടി എടുത്തോക്കാല്ലേ? ഫസ്റ്റ് ക്ലാസ് എന്തായാലും കുട്ടികൾ 10 ആയതുകൊണ്ടാണ്. 10 ആയതുകൊണ്ട് ഇതുമാ ലോണ് കാര്യങ്ങൾ കയറുമോ? ഇതൊരു നമുക്ക് ഒരു പ്രൈവറ്റ് ഫിനാൻസ് ഒക്കെ ഒരു രൂപ 1.25 ചെയ്തു മാക്സിമം ചെയ്ത് കൊടുക്കാം. 1,00,000 മുടക്കാണ്ടോ? വേഗം ഞങ്ങൾ കൊണ്ടുപോകാറല്ലേ? മൈലേജ് എത്ര കിട്ടും? 18 തന്നെ സീരിയസ് ഇഞ്ചനല്ല. 10 പഴയ മോഡൽ വരുമ്പോഴാണ് മൈലേജ് കുറയല്, വാല്യൂം കുറയല്. ഇത് പിന്നെ VXI ആണ്. ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. ഒക്കെ ഉഷാറാണല്ലേ? എടുക്കുന്നവർക്ക് എണ്ണ ചോടിയ മാത്രം മതി. ഫുൾ ക്ലീൻ വണ്ടി, ബോഡി വൃത്തിയൊക്കെ ചൊറുക്കുള്ള വണ്ടി. അതേമാതിരി പിന്നെ നല്ല അടിപൊളി സ്വിഫ്റ്റ് ആണല്ലേ? 2012 സ്വിഫ്റ്റ്. അലവിലൊക്കെ ചെയ്ത വണ്ടി. അലവില് 4 പുത്തൻ ടയർ, നല്ല സെറ്റ്, സീറ്റ് കവർ, ഡിക്ക് സ്പോയിലർ, ഫുൾ ഫിറ്റിംഗ് എല്ലാം ചെയ്ത അടിപൊളി മാരക ലുക്കുള്ള വണ്ടി. ലെതറിന്റെ കവറേജ് ചെയ്തിട്ടുണ്ടല്ലേ? അതെ. എത്ര വണ്ടിക്കാണ് ചോദിക്കുന്നത്? 360 ചോദിക്കണ്ടേ? എത്ര ഉള്ളൂ? എത്ര ഒരു 10,000 ആമറോന്റെ പുത്തൻ ബാറ്റ് ഇപ്പൊ ഫിറ്റ് ആക്കിക്കണോ? ചെയ്തോണോ? ഒന്നും നോക്കാല്ല, കസ്റ്റമറിന് ഓടിയാൽ മതി. എണ്ണടിച്ച് ഓടിയാൽ മതി. 1.5 അടുത്തോട്ടം ഓടിക്കുന്നുണ്ട്. സിംഗിൾ അല്ല, ഇത് രണ്ടാമത്തെ നിലവിലല്ലേ അല്ലേ? റീപ്ലേസ്മെന്റ് ചോദിക്കേണ്ട എന്തായാലും ഉണ്ടാവില്ല. ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാം. ഇതിപ്പോ ലോൺ കയറൂലേ? ലോൺ ഒരു 3 രൂപ കൊടുക്കാം. 3 രൂപ മാക്സിമം ലോണും കയറും. ഒരു 60,000-50,000 മുടക്കില് സ്വിഫ്റ്റ് ഇറക്കാം. ഇതൊക്കെ നിങ്ങളെ പ്രൊഫൈൽ ഉഷാറെ മാക്സിമം ചെയ്യാറുണ്ട്. നിങ്ങൾ വന്നു കഴിഞ്ഞാൽ ബാവൊക്കെ ഫുൾ സെറ്റപ്പും ചെയ്തു തരുമല്ലോ. നമ്മൾ കസ്റ്റമർ വരുന്നതിനനുസരിച്ച് ഓല് വണ്ടി നോക്കിക്കോട്ടെ, എന്നിട്ട് അതിനനുസരിച്ച് ചെയ്യാം. ഓല് വന്നാൽ നമുക്ക് എളുപ്പമുണ്ട്. ഉണ്ടല്ലോ? എത്ര കിട്ടാന്ന് ചോദിച്ചാൽ നമുക്ക് ഒരു ഐഡിയ കിട്ടൂല. ആധാർ കാർഡും പാൻ കാർഡും മാത്രം. ആധാർ കാർഡും പാൻ കാർഡും ഉണ്ടെങ്കിൽ ഓല് വന്നോട്ടെ. ബാക്കിയുള്ള പ്രൂഫിനൊക്കെ ഓല് വീട്ടിക്ക് വരൂലേ? അവിടുന്ന് കൊടുത്താൽ മതി. അടുത്ത വണ്ടി വീണ്ടും സ്വിഫ്റ്റ് ആണ്. അത് വീണ്ടും അലവിലൊക്കെ ചെയ്ത വണ്ടിയില്ലേ? ഇത് 2014 ഡിസയർ ആണ്. സ്വിഫ്റ്റ് ഡിസയർ. ഡിക്കുള്ള വണ്ടിയാണ്. ഇത് 2014 അലോയ്സും കാര്യങ്ങളും ഉണ്ട്. നോക്കാ, നല്ല ചൊറുക്കാക്കി കവറേജ് ഉണ്ട്. ഉഷാർ വണ്ടി, ക്വാളിറ്റി വണ്ടി. ഇത് കമ്പനി സീറ്റ് അല്ലല്ലോ? കമ്പനി സീറ്റ്. നല്ല ഉഷാല വൃത്തിയുള്ള വണ്ടിയില്ലേ? ഇതെന്താ എല്ലുണ്ടല്ലോ? അതെന്താ അമ്പിളാണല്ലേ? അമ്പിളാണ്. കിലോമീറ്റർ ഓടിക്കുന്നത്? ഇത് 1,60,000 കറക്റ്റ് സർവീസിലുണ്ട്. കറക്റ്റ് പ്രോപ്പർ സ്വിഫ്റ്റ് ഡിസയർ ആണ്. ഓണർഷിപ്പ് എത്രയാണ്? രണ്ടാമത്തെ ഓണർഷിപ്പ്. നിലവിലുള്ള റീപ്ലേസ് ഇല്ലല്ലോ? ആ പരിപാടിയല്ലോ. അങ്ങനത്തെ പരിപാടിയല്ല. അലവിലെ കഷ്ടം ചെയ്താണ്. നല്ല വീലും കാര്യങ്ങളൊക്കെ ചെയ്താണ്. എത്ര വണ്ടിക്ക് ചോദിക്കും? 4,20,000 ചോദിക്കണം. 4,10,000 രൂപ ഫൈനലാക്കി 10,000 കുറച്ചു. 3 രൂപ ലോൺ ഇട്ട് കൊടുക്കാം. മാക്സിമം കയറും. 60,000 മുടക്കില് സ്വിഫ്റ്റ് ഡിസയർ ഡീസൽ വണ്ടി വീഡിയോ കൊടുക്കാം. മൈലേജ് എത്ര കിട്ടും? മൈലേജ് ഇത് ഒരു 20 എന്തായാലും കിട്ടൂല. മൈലേജ് കിട്ടും. അതേമാതിരി വീണ്ടും സ്വിഫ്റ്റ് ആണ്. സ്വിഫ്റ്റിന്റെ ചാകരയാണ്, വാഗണറിന്റെ ചാകരയാണ്. ഇതങ്ങനെ ചെറിയ 2010 സ്വിഫ്റ്റ് ആണ്. ചെറിയ പൈസ കൊടുക്കാം. ചെറിയ പൈസ കൊടുക്കാം. 14 പെട്രോൾ വണ്ടി ഉണ്ട്, 14 ഡീസൽ ഉണ്ട്, 12 ഡീസൽ ഇപ്പൊ വരാണ്ട് ഒക്കെ വരാണ്ട്. 5-6 വണ്ടി ഉണ്ട്. സ്വിഫ്റ്റിന്റെ ഇതൊക്കെ 10. 14 നമുക്കൊരു അടിപൊളി വണ്ടി കാര്യങ്ങളൊന്നും ചെയ്തില്ല. ഇന്നലെ വന്നതാ. നമുക്ക് അങ്ങനെ പറഞ്ഞു കൊടുക്കാം. വൃത്തിയാക്കി കൊടുക്കാം. നമുക്ക് എന്നാ പോളീസിനെ ക്ലിയർ ആയി കൊടുക്കാം. 10 മോഡല് VXI പെട്രോളാ? ഇത് VDI ആണ്. ഡീസൽ വണ്ടി. ഓപ്ഷൻ വണ്ടി. കിലോമീറ്റർ? ഇത് കിലോമീറ്റർ 1.5 ഓട്ടം ഓടിയിട്ടുണ്ട്. ഓണർഷിപ്പ് എത്രയായിരുന്നു? 3ാമത്തെ ഓണർഷിപ്പ് നിലവിലുള്ള അല്ലേ? സീറ്റർക്കെല്ലാം ഉഷാറൊക്കെ ചെയ്താണല്ലോ. ടയറും കാര്യങ്ങള്, ഹെഡ്ലൈറ്റ് കാര്യങ്ങളൊക്കെ, ഹെഡ്ലൈറ്റ് ഒക്കെ പുതിയത് പെട്ടതാണ്. മാറ്റിക്കൊണ്ട് വേറെ ചെറിയ തെളിയുള്ളത്. പിന്നെ വണ്ടിയാ. പേപ്പർ എത്ര വരെ ഉണ്ട്? പേപ്പർ അടുത്തെല്ലാം ലാസ്റ്റ് വരെ ഉണ്ട്. 25 ലാസ്റ്റ് വരുള്ളൂ. എത്ര ഈ മുതലിന് ചോദിക്കും? ഇത് 2.25 ലക്ഷം രൂപ കൊടുക്കാം. 10 മോളില് 2.25 ലക്ഷം രൂപയ്ക്ക് വീട് സ്വിഫ്റ്റ് കൊടുക്കാം. ഡീസൽ വണ്ടി, മൈലേജ് വണ്ടി കൊടുക്കാം. ലോൺ കയറും? ഒരു 1.5 രൂപ ലോൺ കയറും. ഒരു 10-50 രൂപ ഇറക്കാൻ പറ്റുമോ? നോക്കാം. 50 രൂപ ഇറക്കുമ്പോ പറ്റൂല. 1.5-2 എന്നാലും 10-50 രൂപ ചെയ്യാം. നിങ്ങൾ വന്ന പ്രൊഫൈൽ നോക്കിട്ട് മാക്സിമം വണ്ടി കയറുള്ളൂ. ബാങ്കോ ഷർട്ട് കയറും. പ്രൈവറ്റ് ശ്രീരാമ ഇതൊക്കെ നമുക്ക് ചെയ്ത് കൊടുക്കാമല്ലോ. നിങ്ങൾ ചെയ്ത് കൊടുക്കും. നിങ്ങൾ വന്നു കഴിഞ്ഞാൽ ശ്രീരാം ബാഗ് എല്ലാ ബാഗും സെറ്റ് ആക്കാൻ തരുമല്ലോ അല്ലേ?
പിന്നെ കുറഞ്ഞ വില അടിപൊളി സാൻഡ്രോ ഉണ്ട്, ചോപ്പ് കളറല്ലേ. സാൻഡ്രോന്റെ ഒരു വൃത്തിയൊക്കെ ചൊറുക്കതാറുണ്ട്. എങ്ങനെയുണ്ട്? വാൻഡലി വെള്ളം മറന്ന് നിൽക്കൂലല്ലോ, അതേമാതിരി ഇങ്ങനെ പോകില്ലേ. എത്ര മോഡൽ ഉണ്ടാവും എന്റെ അഭിപ്രായം വണ്ടി? എന്റെ അഭിപ്രായത്തിലൊരു 12 ഇല്ല 2010 10 മോഡൽ രണ്ടെല്ലാം കുറഞ്ഞു. 4 പുത്തൻ ടയറും കാര്യങ്ങളൊക്കെ ഉണ്ട്. കരിമ്പുത്തൻ ടയർ നല്ല വൃത്തിയുള്ള ചൊറുക്കുള്ള വണ്ടിയില്ലേ. വണ്ടിക്ക് എന്തെങ്കിലും ഒരു കമ്മി 10 നോക്കാം, എന്തെങ്കിലും പറയണ്ട. ഒരു പരിപാടി നല്ല വൃത്തിയുള്ള കണ്ട പറയില്ലല്ലോ അത്. ടോപ്പ് ക്ലാസ് വണ്ടി, ഒരു പഴയൊരു സാൻഡ്രോ ആവശ്യക്കാർക്ക് വന്ന നല്ലൊരു വണ്ടി. പിന്നെ അതുപോലെ ലൈറ്റിൽ ഓടിക്കാം, അങ്ങനെയുണ്ട്. വാഗണറിൽ പോകേണ്ട സുഖത്തിൽ പോകാം വണ്ടി. സീറ്റുകാരൊക്കെ ഉഷാറാണ്. അതെ, ടയർ കാര്യങ്ങൾ അതുണ്ട്. ഇത് എത്ര ഓടിക്കണെന്നാല്? ഇത് 1,15,000 കിലോമീറ്റർ ഓടിക്കണ്ട്. ഓണർഷിപ്പ് എത്ര ആയിക്കണോ? ഓണർഷിപ്പ് നോക്കണം, 2 3 വരുന്ന കറക്റ്റ് പറഞ്ഞു കൊടുക്കാം. പേപ്പർ ആയിക്കോളോ ചില? ഇല്ല അടുത്തല്ല, ലാസ്റ്റ് പേപ്പർ വരുള്ളൂ. എത്ര വണ്ടിക്ക് നമ്മൾ ചോദിക്കണം? 1,40,000 കൊടുക്കാം. നല്ല വൃത്തിയുള്ള 10 മോളില് ഫുൾ പേപ്പർ ക്ലിയർ ഉള്ള വണ്ടിയാണ്. സീറ്റർ കാര്യങ്ങൾക്ക് ഉഷാറാണ്, ഇഞ്ചിൻ മെക്കാനിക്ക് ഉഷാറല്ലേ. ഫുൾ ഒരു ഭാഗം നോക്കണം. എണ്ണ അടിച്ച് ഓടിയാൽ മതി. എണ്ണ അടിച്ചാൽ കായുണ്ടോ ഈ വണ്ടി എടുത്തോളി കേട്ടോ. 15 മൈലേജ് കിട്ടില്ലേ? സുഖമായിട്ട് കിട്ടും. ലോണ് കയറുമോ? ലോൺ നമുക്ക് ചെറിയ ലോണൊക്കെ നമുക്ക് ചെയ്തു നോക്കാം. നമുക്കല്ലേ സേർട്ട് ലോൺ എന്തായാലും ചെയ്തു അല്ലെങ്കിൽ ശ്രീരാം എന്തായാലും ചെയ്തു 1 ലക്ഷം ചോദിക്കണ്ടേ. ചെറിയ രീതിയിൽ എണ്ണക്കായി കുറച്ചും തരും. ഫ്രണ്ട്സ്, അപ്പൊ വീട് വൈൻഡപ്പ് ചെയ്യണം. ചെറിയ വീടുകളൊക്കെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നമ്മളെ ചാനൽ കാണി മറക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. കടന്റെ ലൊക്കേഷൻ നമ്പർ ഡീറ്റെയിൽസ് ഒക്കെ ഡിസ്ക്രിപ്ഷനിലും നമ്പറൊക്കെ സ്ക്രീനിലും ഉണ്ടാവും. ഫേസ്ബുക്കിലാണ് ഈ പേജ് പോലെ മറക്കുന്നത്. അപ്പൊ അടുത്തുള്ള അടിപൊളി വീഡിയോ ആയി വിടുകണം.